ഹലോ! അപ്പോൾ ദേ ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. വരുന്ന വഴിക്ക് 3 കിലോ മാങ്ങ 100 രൂപ, 3 കിലോ മാങ്ങ 100 രൂപ എന്ന് വിളിക്കുന്നത് കേട്ട് വണ്ടി ചവിട്ടി അങ്ങ് നിർത്തി. നിർത്തിയപ്പോൾ പറയാണ് 3 കിലോ 100 രൂപയുടെ തീർന്നു പോയി ചേച്ചി, 2 കിലോ 100 രൂപയെന്ന്. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, നല്ല മാങ്ങയായിരുന്നു, അടിപൊളിയായിരുന്നു, 100 രൂപയ്ക്ക് ഒരു നഷ്ടമില്ലായിരുന്നു. അങ്ങനെ ദേ മാങ്ങ വാങ്ങി, പിന്നെ ദേ കുറച്ചധികം മീനൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യാമെന്ന് വെച്ച് പോയി. പക്ഷേ ഇന്നും മീൻ എനിക്ക് അധികം കിട്ടിയിട്ടില്ല കേട്ടോ, ഒരു ചെറിയ അയല കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിക്കനും വാങ്ങിച്ചു, ചിക്കൻ്റെ ലിവറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഒരു കെട്ട് ചീര, ഒരു കെട്ടെന്ന് പറയാൻ ഒന്നുമില്ല കേട്ടോ, 5-6 മാത്രമേ ഉള്ളൂ. വളരെ നഷ്ടമായി, ഇപ്പോൾ അത് 20 രൂപയായിരുന്നു കേട്ടോ. പിന്നെ മല്ലിയും കറിവേപ്പിലയും കൂടെ 20 രൂപ. ഇതിപ്പോൾ ചീരയേക്കാൾ കൂടുതൽ മല്ലിയും കറിവേപ്പിലയും ഉണ്ട് കേട്ടോ, അതെടുത്ത് തോരൻ വെക്കേണ്ടി വരുമോ എന്തോ. പിന്നെ അതേ കപ്പയാണ് കേട്ടോ, ഈ കപ്പ ഇങ്ങനെ വാങ്ങിച്ച് കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കേടാവാണ്ട് ഫ്രിഡ്ജിൽ ഇരുന്നോളും. പിന്നെ അതേ ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ട്. ഏത്തപ്പഴം ഭയങ്കര അവശ്യ ഘടകമാണ് കേട്ടോ. ഇവിടെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവന് പുഴുങ്ങിയൊക്കെ കൊടുക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ പുഴുങ്ങിയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നാടൻപഴം നോക്കി വാങ്ങാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ കടക്കാരൻ ചേട്ടനോട് ഇത് നാടൻപഴം തന്നെയാണോ എന്ന് ചോദിച്ചു പോയി. ദൈവമേ, ആ ചേട്ടൻ എന്നെ കൊല്ലാൻ വന്നു കേട്ടോ. ഇത് നാടൻപഴം അല്ലെന്ന് നിങ്ങളെ പറയൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് കവറിൽ കെട്ടി ഇങ്ങ് തന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങി 1.5 കിലോ 100 രൂപയായിരുന്നു. പിന്നെ അതേ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. പപ്പടം എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ ആവശ്യ ഘടകമാണ് കേട്ടോ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അങ്ങനെ അതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്ത് വെക്കാനാണ് പാട് കേട്ടോ, വാങ്ങാനുമല്ല, എടുത്ത് വെക്കാൻ അതിലേറെ ഇതുപോലെ ഇതിൻ്റെ കുടുക്കൊക്കെ അഴിച്ചെടുക്കാനാണ് ഏറ്റവും പാട് കേട്ടോ. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റണം, അതാണ് കുറച്ച് നേരത്തെ പണി എന്ന് പറയുന്നത്. ഈ തക്കാളി ഉണ്ടല്ലോ, വാങ്ങിയ സമയത്ത് തക്കാളി ചേട്ടൻ പറവറ വാരിയിട്ട് ഓരോന്ന് നോക്കി ഇടുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം നല്ലതായിരിക്കുമെന്ന്. പക്ഷെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ 2 കേടായിരുന്നു. പിന്നെ അതേ 1.5 കിലോ സവാള 50 രൂപ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, അതായത് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കേട്ടോ. പിന്നെ മീൻ കഴുകണ്ട, അങ്ങനെ തന്നെ പ്ലാസ്റ്റിക് ബോക്സിലാക്കി എടുക്കും. ബാക്കി ചിക്കനും ലിവറും ഒക്കെ കഴുകി സെപ്പറേറ്റ് ചെയ്ത് ഓരോ ദിവസത്തേക്ക് അതാത് ദിവസത്തേക്ക് വേണ്ടി കണക്കാക്കി ഫ്രീസറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരാഴ്ച മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.